പറഞ്ഞില്ലേ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. കണ്ടോ എൻ്റെ ആദ്യത്തെ സ്കിൻ ഭയങ്കര ഡള്ളായത്, എൻ്റെ കൈയുടെയും ഫേസിൻ്റെയും കൂടി നിറം കണ്ടോ, നല്ലോണം മാറ്റമുണ്ട്. ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് ഇന്ന് വല്ല പ്രത്യേകതയും തോന്നുന്നുണ്ടോ? നല്ല ഗ്ലോ ആയിട്ട് നല്ലോണം നല്ല ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കുന്നില്ല എൻ്റെ ഫേസ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഫേസ് പാക്ക് ട്രൈ ചെയ്ത് വന്നിരിക്കണേ കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇത്രയും നല്ല ഗ്ലോ ആയിട്ട് നല്ല ബ്രൈറ്റൻ ആയിട്ട് ഇരിക്കണേ കേട്ടോ. വെള്ളം വരെ പോയിട്ടില്ല ഗൈസ്, ബ്രൈറ്റൻ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ഫേസ് പാക്കാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിലും ഏത് സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് തണുപ്പ് കാലമാണ്, പക്ഷേ അതിലുപരി നല്ല ചൂടുമുണ്ട് തണുപ്പുണ്ട്. അവസ്ഥയാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഗൈസ്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്കിൻ ഇഷ്യൂസ് നല്ലോണം വരുന്നൊരു ടൈമാണല്ലേ. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ സ്കിൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ മൊരി പോലെയൊക്കെ ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെയിലത്ത് ഇറങ്ങുവാണെങ്കിലോ ഭയങ്കരമായിട്ട് ടാൻ അടിക്കും, കരിവാളിപ്പാവും, പിന്നെ ഡള്ളാവും, പിന്നെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഓയിലി സ്കിന്നായിട്ടും കൂടി എൻ്റെ സ്കിൻ നല്ലോണം ഡ്രൈ ആകുന്നുണ്ട്. മോയ്സ്ചറൈസർ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഡ്രൈ സ്കിന്നിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അത്രയും ഡ്രൈ ആവുന്നൊരു കാലാവസ്ഥയാണ് നമ്മുടെ ഇപ്പോൾ. പിന്നെ എല്ലാത്തിനും ഒരു പരിഹാരമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളിന്നൊരു നല്ലൊരു വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാശലവൊന്നും ഇല്ലാത്തൊരു ഫേസ് പാക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്യണത്. വേറെ ഒന്നുമല്ല, കഞ്ഞിവെള്ളം കൊണ്ടാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. കഞ്ഞിവെള്ളം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്നൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണത്. ഞാനിപ്പോൾ ട്രൈ ചെയ്തിട്ട് വന്നേക്കുന്ന ഫേസ് ആണ്. എനിക്ക് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്, നല്ലോണം ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ ഫേസ് കാണുമ്പോൾ, അതായത് ഞാൻ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പുള്ള ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ എനിക്ക് അതിൽ നിന്ന് എത്രമാത്രം എൻ്റെ ഫേസ് മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിച്ച് കൊളാക്കുന്നില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റും അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ലൂസായിട്ടുള്ള കട്ടിയില്ലാത്ത കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കുക കേട്ടോ. ഇപ്പോൾ തലേന്നത്തെയൊക്കെ കഞ്ഞിവെള്ളം നല്ല കട്ടിയായിരിക്കും, ആ സ്റ്റാർച്ചൊക്കെ നല്ലോണം ഇറങ്ങി ആ നല്ല കട്ടിയിലുള്ള കഞ്ഞിവെള്ളം കിട്ടും. അപ്പോൾ അത് എടുക്കണമായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ കുറച്ച് നേരം കഞ്ഞിവെള്ളം വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അടിയിൽ ആ സ്റ്റാർച്ചൊക്കെ ഇറങ്ങി ഊർന്നിറങ്ങിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ തെളിഞ്ഞ വെള്ളം അല്ലാണ്ട് കട്ടിയുള്ളത് എടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ തെളിഞ്ഞ വെള്ളം കിട്ടിയുള്ളത് കൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്താണ്. കുറച്ചും കൂടി റിസൾട്ട് നല്ലോണം കിട്ടണമെങ്കിൽ കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ എടുക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇട്ടിരിക്കുന്നത് ഓട്സിൻ്റെ പൊടിയാണ്. ഓട്സിൻ്റെ പൊടി അല്ലെങ്കിൽ കടലമാവ് അല്ലെങ്കിൽ അരിപ്പൊടി, നിങ്ങളുടെ വീട്ടിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കപ്പങ്ങ ഉണ്ടല്ലോ, കപ്പങ്ങ അരച്ച് വെച്ചതും കൂടി എടുത്തിട്ടുണ്ട്. കപ്പങ്ങ നല്ലോണം സ്കിൻ നല്ലോണം ഡ്രൈനെസ് മാറ്റി മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനൊക്കെ കപ്പങ്ങ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു ബേബി സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ സ്കിൻ. പിന്നെ ടാൻ മാറാനായിട്ട് ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈരും കൂടി എടുത്തിട്ടുണ്ട്. തൈര് അല്ലെങ്കിൽ പാല് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെയിൽ കൊള്ളുന്നത് വഴി നമ്മുടെ സ്കിൻ നല്ലോണം ടാൻ ആകുകയും അതിൻ്റെ ഒപ്പം തന്നെ തടിക്കുകയും ഇൻഫ്ലമേഷൻ വരികയൊക്കെ ചെയ്യൂലേ, അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും വരും. അതുവഴി നമുക്ക് ഭയങ്കരമായിട്ട് മുഖം കറുത്തും പോകും കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം ദിവസവും യൂസ് ചെയ്യുന്നത് വഴി ഇതൊക്കെ മാറാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഡ്രൈനെസ് മാറാൻ നല്ലതാണ്. സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകുമല്ലോ വിൻ്റർ സീസണിൽ, ആ ഒരു ഡ്രൈനെസ് മാറ്റാനും പിന്നെ ഈ ഡ്രൈനെസ് കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലും നിറവ്യത്യാസമൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊട്ടക്ഷൻ ഇമ്പ്രൂവ് ചെയ്ത് സ്കിൻ നല്ലോണം നിറം വയ്ക്കാനൊക്കെ നമ്മുടെ ഈ കഞ്ഞിവെള്ളം നല്ലതാണ്. അപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ഫേസ് പാക്ക് ഇട്ടിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ എൻ്റെ ഫേസ് കുറച്ചധികം തന്നെ ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഫുൾ ഫേസ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് ആഴ്ചയിൽ 3-4 ദിവസമൊക്കെ അപ്ലൈ ചെയ്യാം. ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാവേ. കഴുത്തിലിടാൻ മറക്കരുത്. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഒരു അരമണിക്കൂർ വരെ മതിയാവും. ഇപ്പോൾ തന്നെ ഉണങ്ങിക്കോളും. നമുക്ക് കഴിക്കണം. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളമാണല്ലോ മെയിനായിട്ടുള്ളത്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒപ്പം ഒന്നില്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ പാല് ആഡ് ചെയ്തിട്ട് അത് മാത്രമായാലും നമുക്ക് ഡെയിലി ഇടാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിവെള്ളവും കപ്പങ്ങ ഉണ്ടല്ലോ, നമ്മൾ കപ്പങ്ങ ഇട്ടിട്ടുണ്ടായല്ലോ, ആ കപ്പങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ
കഞ്ഞിവെള്ളവും ഓട്സ് ഫ്ലോർ, നമ്മൾ ഓട്സ് പൊടി എടുത്തല്ലോ, ഓട്സ് പൊടി അല്ലെങ്കിൽ കടലമാവ്, ഇത് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ആക്കി ഫേസിലിട്ട് കേട്ടോ. ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. ഫസ്റ്റ് യൂസ് ചെയ്താൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്, അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണ്, അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്, ഏത് സ്കിൻ ടൈപ്പിനും നമുക്കിത് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി വേണമെങ്കിൽ ബാക്കിയുള്ളത് ഓരോന്നായിട്ട്, അതായത് കഞ്ഞിവെള്ളവും തൈര്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും കപ്പങ്ങ, അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും ഓട്സ് പൊടിയൊക്കെ ആയിട്ട് ഇടുമ്പോൾ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടത് കേട്ടോ. ഒന്നിച്ചിടുമ്പോൾ ഫസ്റ്റ് ഒന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് എന്തായാലും പറയണം. എന്താ വെച്ചാൽ അത്രയ്ക്ക് മിറാക്കിളായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. നല്ലൊരു ബ്രൈറ്റനിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇങ്ങനെ വരണ്ടൊക്കെ ഇരിക്കുന്ന ചർമ്മമാണ്. ഭയങ്കര ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഒട്ടും ഡ്രൈ ആക്കില്ല ഇത്. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ എന്തായാലും ഓട്സ് ഫ്ലോർ ഇടണമായിരിക്കും കേട്ടോ നല്ലത് കടലമാവിനേക്കാൾ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വിൻ്റർ സീസണും കൂടിയാണ്, അപ്പോൾ കടലമാവ് ഇടുമ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആവും. ഓട്സ് ആണെങ്കിൽ അത്രയും ഡ്രൈ ആവത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെന്തായാലും ഒന്ന് ഉണങ്ങി വരട്ടെ, ഒരു അരമണിക്കൂർ മാത്രം മതിയാവും. അപ്പോൾ ഒന്ന് ഉണങ്ങി വന്നിട്ട് ഞാൻ ബാക്കി റിസൾട്ട് കാണിച്ചു തരാം. ഒരുപാട് പൈസ ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ദിവസവും വീട്ടിൽ ചോറ് വെക്കാറുള്ളതാണ്. ആ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം വെറുതെ നമുക്ക് ടോണർ പോലെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതും നല്ലതാണ് സ്കിന്നിന്. സ്കിൻ ടൈറ്റൻ ആവാനും സ്കിൻ നല്ലൊരു ഗ്ലോ വരാനും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ അടിപൊളിയാണ് ഈ കഞ്ഞിവെള്ളം മാത്രമായാലും യൂസ് ചെയ്യണത്. പിന്നെ തൈരൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്, തൈരും പാലും. പിന്നെ ഓട്സ് ഫ്ലോർ മാത്രമേ ഉള്ളൂ ഒന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഓട്സ് ഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് കടലമാവോ അരിപ്പൊടിയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ കപ്പങ്ങ ആരും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫ്രൂട്ടാണ് കപ്പങ്ങ എന്ന് പറയുന്നത്. കപ്പങ്ങ എല്ലാ ദിവസവും വേണമെങ്കിൽ അരച്ച് മുഖത്തിട്ടാൽ തന്നെ സ്കിൻ നല്ലോണം ബ്രൈറ്റൻ ആവും, നല്ലൊരു ബേബി സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കപ്പങ്ങ മാത്രമായാലും കപ്പങ്ങയും ഈ കഞ്ഞിവെള്ളം കൂടി ഒന്ന് ആഡാക്കി യൂസ് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ തന്നെ കിഡിലും റിസൾട്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഫേസ് ഇതേപോലെ ഉണങ്ങിയാൽ മതി കേട്ടോ, ഒരു സെമി ഡ്രൈ ആയാൽ മതിയേ. അപ്പോൾ ഞാൻ നല്ലോണം മുഖം വെള്ളം വെച്ച് മസാജ് ചെയ്തിട്ടാണ്ടോ വന്നിരിക്കണം. നമുക്കിനി തുടച്ച് കഴുകിക്കളയാം അല്ലെങ്കിൽ തുടച്ച് കളയാം. കണ്ടോ നല്ലോണം ബ്രൈറ്റൻ ആയിട്ടില്ലേ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് കിഡിലനായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക. കണ്ടോ എൻ്റെ ആദ്യത്തെ സ്കിൻ ഭയങ്കര ഡള്ളായത്, എൻ്റെ കൈയുടെയും ഫേസിൻ്റെയും കൂടി നിറം കണ്ടോ നല്ലോണം മാറ്റമുണ്ടേ. കിഡിലെ റിസൾട്ട് ആയിക്കോട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും ഇത് ഒറ്റ യൂസിൽ നല്ല റിസൾട്ട് കിട്ടുമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി ഇത് യൂസ് ചെയ്താലാണ് ആ റിസൾട്ട് നല്ലോണം പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫേസ് പാക്ക് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും 2 എണ്ണം വെച്ച് കഞ്ഞിവെള്ളം മസ്റ്റാണ്, കഞ്ഞിവെള്ളവും അല്ലെങ്കിൽ കപ്പങ്ങ, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം തൈര്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഓട്സ് പൊടിയൊക്കെ ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടോ നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിയൊന്ന് ഫേസ് കഴുകിയിട്ട് വരാവേ. അപ്പോൾ ഗൈസ് ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എത്രമാത്രം റിസൾട്ടാണ് ഈ ഒറ്റ യൂസിൽ ഈ ഫേസ് പാക്ക് നമുക്ക് തരണേന്നുള്ളത്. ഭയങ്കര റിസൾട്ടാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്നിട്ട് റിസൾട്ട് അറിയിക്കാം. അപ്പോൾ ഈ വിൻ്റർ സീസണിൽ ഇടാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് ഡ്രൈ ഒന്നും ആക്കാത്ത നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്തിട്ട് കമൻ്റ് ആയിട്ട് റിസൾട്ട് അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.